ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്കപ്പോഴും ടോപ്പാണ് വീഡിയോ ചെയ്യാറ്. ടോപ്പ് ഓർ കുർത്ത സെറ്റ് അല്ലെങ്കിൽ ബേബി കിഡ്സ് ഡ്രസ് അങ്ങനെയാണ്. അത് റൊട്ടേഷൻ പോലെ വീണ്ടും വീണ്ടും അത് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വേറൊരു വീഡിയോ ആണ് ജീൻസിൻ്റെ, ബാഗി ജീൻസ് അല്ലെങ്കിൽ കാർഗോ, ബോം ഫിറ്റ്, അങ്ങനെ ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ജീൻസിന്റെ റിവ്യൂ ചെയ്യുമോന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നിട്ടുള്ളത് പാൻറ്റിന്റെ റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചു. അതും ഡെനിം പാൻറ്റിന്റെ റിവ്യൂ ചെയ്ത് വാങ്ങിയത്. ഈ ഫസ്റ്റ് വൺ മാത്രം വേറൊരാൾക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് ഇത് എൻ്റെ സൈസ് അല്ലാത്തതുകൊണ്ട് ഞാനിത് ഇട്ട് കാണിക്കുന്നില്ല. ബാക്കി എല്ലാ പാൻറ്റും ഞാൻ ഇട്ട് കാണിക്കാൻ നോക്കാം കേട്ടോ. ഇങ്ങനെയൊരു ഷെയ്ഡാണ് വരുന്നത്. പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് വന്നിട്ട് സ്ട്രൈറ്റ് ഫിറ്റ് പാൻറ്റാണ്, സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ്റാണ്. സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻ്റെ പോർഷൻ വരെ ഒരേ ലെങ്ത്തിൽ വരുന്നതാണ്, മനസ്സിലാവുണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ ഇതിന് വരുന്നത് 4 പോക്കറ്റ്സ് ആണ് ഇതിന് വരുന്നത്. ബെൽറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടവർക്ക് ബെൽറ്റ് വയ്ക്കാം. ഇത് 32 ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട്. ബട്ടൺസും ആണ് കൊടുത്തിട്ടുള്ളത്, ഇലാസ്റ്റിക് അല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻറ്റാണ് കേട്ടോ. എന്നിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻറ്റാണ്. പിന്നെന്താ പറയുക, നല്ലൊരു ഷെയ്ഡാണ്. എല്ലാ ഡ്രസ്സൊക്കെ നല്ല മാച്ചായിട്ട് ഇടാൻ പറ്റിയൊരു ഷെയ്ഡാണ്. പിന്നെ പറയാൻ എന്താ വെച്ചാൽ ഇതിന് 38 വരെ സൈസ് അവൈലബിൾ, 26 തൊട്ടിട്ട് 38 വരെ അവൈലബിൾ ആയിരുന്നു. പിന്നെ വ്യത്യാസം ഉണ്ടോയെന്നുള്ളത് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത്, ഫിറ്റ് ഇതെൻ്റെ സൈസിനുള്ള, ഇത് 32 ആണ് ഇതിൻ്റെ സൈസ്. ഇതെൻ്റെ സൈസിനല്ല, ഇതിൻ്റെ സിസ്റ്ററിന് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചതായിരുന്നു, കുറച്ച് മുന്നേ മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും പാൻറ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഇതും കൂടി പെയർ ചെയ്തിട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാൻറ്റിൻ്റെ റിവ്യൂ ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അടിപൊളിയാണ്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 500 സംതിങ് എന്തോ ആയിരുന്നു. ഞാൻ അതും വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് പാൻറ്റ് വന്നിട്ട്, അടിപൊളി പാൻറ്റാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ സൈസിന് എടുത്ത പാൻറ്റാണ്. ഓക്കെ, ഇതാണ് പാൻറ്റ് വന്നിട്ട്. ഇങ്ങനെ വന്നിട്ട് സെൻറ്ററിൽ 2 പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 പോക്കറ്റാണ് വരുന്നത്. സൈസ് വന്നിട്ട് ഇതാ 28 ആണ് സൈസ് എടുത്തിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. കളറ് കാണുമ്പോൾ തന്നെ പക്ക സ്റ്റാൻഡേർഡ് കളറാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് വന്നിട്ട് കാർഗോ പാൻറ്റാണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷനാണ്, ബ്ലാക്കും അല്ല, ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഗ്രേ കളറുണ്ടൊക്കെ. ഈ ഭാഗമൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പിന്നെ പറയാൻ എന്താ വെച്ചാൽ കാർഗോ പാൻറ്റാണ് കേട്ടോ. സൈഡിൽ നല്ല പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാർഗോ ആണ് കേട്ടോ ഈ പാൻറ്റ് വന്നിട്ട്. ഈ പോക്കറ്റൊക്കെ ചുമ്മാ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്, അല്ലാതെ യൂസ്ഫുൾ ആയിട്ടൊന്നും ഇപ്പം ഇത്രയും പോക്കറ്റൊന്നും ആരും കയ്യിൽ അല്ല, ആർക്കും ഇപ്പം ഇത്രയും യൂസ്ഫുൾ ആയിട്ടൊന്നും ഇത്രയും പോക്കറ്റ്സ് ഉണ്ടാവില്ല. ഫുൾ ട്രെൻഡിങ് അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 575 രൂപയാണ് കേട്ടോ. അതിന് വേർത്താണ്. പിന്നെ ഫ്രീ ഡെലിവറി ആണ്. അപ്പോൾ 575 രൂപക്കാണ് ഇത്രയും നല്ലൊരു കളക്ഷൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ മസ്റ്റ് ബൈ ആണ്. ഇപ്പോൾ കുറച്ച് ഫിറ്റും ഒക്കെ അടിപൊളിയായിട്ട് ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നല്ല ഇതിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് അടിപൊളി ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഞാൻ മസ്റ്റ് ബൈ ആന്ന് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. പിന്നെ ഇത് സ്ട്രെച്ചബിൾ ആണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് ലൂസിലിടുന്നതാണല്ലോ, അപ്പം സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഭയങ്കര എന്താ പറയുക, ഡിസ്കംഫേർട്ട് തോന്നിക്കുന്ന ചില ജീൻസ് ഉണ്ടല്ലോ, അങ്ങനെയൊന്നുമില്ല. കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടാണ് കേട്ടത്. നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കുറച്ചും കൂടി സ്മൂത്താണ്. എന്ന് ചോദിച്ചാൽ നല്ല സ്മൂത്ത് അല്ല, ഒരു ഡെനിം ഫീൽ വരുന്നുണ്ട്. സ്ട്രെച്ചബിൾ തന്നെയാണ് കേട്ടത്, മനസ്സിലാവുണ്ടാവും, സ്ട്രെച്ചബിൾ ആണ്. അത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാൻ. അറ്റ്ലീസ്റ്റ് പാൻറ്റിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം വിശദീകരിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇപ്പൊ വന്നതിൽ വെച്ചിട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാൻറ്റാണ് വന്നിട്ടുള്ളത്.
ഒരു രക്ഷയില്ല. ഈ കളർ തന്നെ അടിപൊളി. ബ്രൗൺ ആണെങ്കിൽ കൂടി ഭയങ്കര എന്താ പറയാ, അടിപൊളി ഒരു കളറായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടാ. പിന്നെ എന്താ പറയാ, അത്യാവശ്യം എല്ലാ ഡ്രസ്സുക്കും മാച്ചായിട്ട് പോകും. ഇപ്പൊ ബ്രൗൺ ഞാൻ പറയണ്ടല്ലോ. ഈ ബ്രൗൺ ഒരു ബാഗി ജീൻസ് ആണ്, ഒരു വൈറ്റ് ലെഗ് ജീൻസ് ആയിട്ടാണ് വരുന്നത്. സെയിം ലെങ്ത്തിലാണ് വരുന്നത് കേട്ടോ. ഒരു സ്ട്രൈറ്റ് ആയിട്ട് ലൂസ് വരുന്നത്. അങ്ങനത്തെ പൊതുവെ അങ്ങനത്തെ പാൻറ്റിനോടാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു ക്രേസ് കൂടുതൽ. ലൂസ് ഫിറ്റ് പാൻറ്റിനോടാണ് ക്രേസ് കൂടുതൽ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 593 രൂപയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി സ്മൂത്ത് ആണ്, ഭയങ്കരമായിട്ട് റഫായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് സ്ട്രെച്ചബിൾ അല്ല കേട്ടോ. ഇത് സ്ട്രെച്ചബിൾ പാൻ്റ് അല്ല, ഒട്ടും സ്ട്രെച്ചബിൾ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിലും ഞാൻ എടുത്തിട്ടുള്ള സൈസ് 28 ആണ്. 28 ആണ് എൻ്റെ സൈസ്. പിന്നെ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണെന്ന് വെച്ചാൽ 26 തൊട്ടിട്ട് 38 വരെയുള്ള സൈസാണ് ഇതിൽ അവൈലബിൾ. അപ്പോൾ അത്രയും സൈസ് നോക്കിയിട്ട് നിങ്ങളുടെ സൈസ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുന്ന പാൻറ് അടിപൊളിയായിട്ട് അത്രയും ഫിറ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പം ഞാൻ 28 വാങ്ങിക്കണമെങ്കിൽ കൂടിയിട്ട് കുറച്ച് ലൂസാണ്. പിന്നെ ഹൈറ്റ് ലെവലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അത് വരുന്നത് ഇപ്പം ഇതിലും എനിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പം എന്തെങ്കിലും കുറച്ച് കട്ട് ചെയ്യണം, എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇത് കുറച്ചും കൂടി ഹൈറ്റിൽ ലെങ്തി ആയിട്ട് ഇതിൻ്റെ പാൻ്റാണ്. അപ്പോൾ ഓവറായിട്ട് ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി, എനിക്കങ്ങനെ തോന്നി. അപ്പം ചെറുതായിട്ടിട്ട് ഒരു പിഞ്ചോളൊക്കെ ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടൊന്ന് ഫിറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഡെനിം തന്നെയാണ് എല്ലാത്തിനും. ഇപ്പം ഞാൻ വാങ്ങിയ എല്ലാ ഡ്രസ്സിൻ്റെയും ഫാബ്രിക് വന്നിട്ട് ഡെനിമാണ്. ബ്രൗൺ കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് വൈറ്റ് ജീൻസാണ്, വൈറ്റ് ഓർ ഓഫ് വൈറ്റ്. അപ്പോൾ ഞാൻ ഒരു പ്യുവർ വൈറ്റ് തന്നെ വാങ്ങി. പിന്നെ എനിക്കത് അബദ്ധമായോ എന്നൊരു തോന്നല്. എനിക്ക് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്കാ വൈറ്റ് ആണ്, വേറെ ഒന്നും പറയാനില്ല. വൈറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ 2 പാൻറ്റിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ചും കൂടി സ്മൂത്ത് ആൻഡ് കുറവാണ്. നല്ല എന്താ പറയുക, നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല റഫ് ജീൻസ് ആയിട്ട് മുന്നേ നമ്മൾ യൂസ് ചെയ്തിരുന്ന ജീൻസ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനെന്താ വെച്ചാൽ ഇതും സ്ട്രൈറ്റ് പാൻ്റാണ്, ലൂസ് പാൻ്റാണ്. കണ്ടില്ലേ, ലൂസ് പാൻ്റാണ്. പിന്നെ ഇതിലും ഞാൻ എടുത്തിട്ടുള്ള സൈസ് 28 ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 465 രൂപയാണ്. പക്ഷെ ഡെലിവറി ചാർജ് കൂട്ടിയിട്ട് 500 സംതിങ് തന്നെ വരും. 91 ആണ് ഡെലിവറി ചാർജ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ സൈസ് 26 തൊട്ടിട്ട് 36 വരെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് 28 ആണ് കേട്ടോ. എല്ലാ പാൻറ്റിനും ഞാൻ 28 ആണ് എടുത്തിട്ടുള്ളത്. 28 എനിക്ക് ഓക്കെ ആണ്, പക്ഷെ ബെൽറ്റ് ഇടാതെ എനിക്ക് ഇടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു ലിറ്റിൽ ബിറ്റ് ലൂസാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് നോക്കിയിട്ട് എടുക്കുക. ഞാൻ മുന്നേ ഒരു പാൻറ് എടുത്തപ്പോൾ 28 ആയിരുന്നു, അതും വെച്ചിട്ടാണ് ഞാൻ എല്ലാ പാൻറ്റും എടുത്തത്. അപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ കറക്റ്റ് ആണെങ്കിൽ ഇപ്പം ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും സൈസ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പാൻറ്റിൻ്റെ അളവ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം മേടിച്ചാൽ മതി. ഇത് എനിക്ക് പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ വേറെ മറ്റേ ലെഗിൻസ് പോലത്തെ പാൻസൊക്കെ ഉണ്ട് വൈറ്റിൽ തന്നെ, കാർഗോ പാൻറ് തന്നെ. അപ്പോൾ ഈ ബനിയൻ ക്ലോത്തിൻ്റെ ഒക്കെ മെറ്റീരിയൽ വരുന്ന പാൻറ് ഉണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യലാക്കുക. ഈ ജീൻസൊക്കെ കുറച്ചും കൂടി വാഷ് ചെയ്യാൻ നല്ല റിസ്ക്കിയാണ്. അല്ലെങ്കിൽ അതേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അപ്പോൾ രണ്ടുമല്ല. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആവുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. 1K സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി 2K ആണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ 2K ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ നിങ്ങളെ വീഡിയോ ഒരുപാട് പേര് വ്യൂസ് ഉണ്ട്, പക്ഷെ ലൈക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ധൈര്യമായിട്ട് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ഒരുപാട് പേര് കമൻറ്റ് ഇടാറുണ്ട്, ഇത്താടെ വീഡിയോസ് അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാം ഞാൻ കമൻറ്റ് വായിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ കമൻറ്റിനും റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു കമൻറ്റ് പോലും റിപ്ലൈ ഇടാത്തതായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോട്ട്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി കമൻറ്റ് ഇടുക, അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ.
ഞാൻ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കമൻറ്റ് പോലും ഞാൻ ശ്രദ്ധിക്കപ്പെടാതിരുന്നിട്ടില്ല. എനിക്കിഷ്ടമാണ് അത് വായിക്കുന്നതും അവർക്ക് റിപ്ലൈ കൊടുക്കുന്നതും ഒക്കെ ഞാൻ ആസ്വദിച്ചിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ പാൻറ്റിൻ്റെ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതെങ്ങനെയാണ് റിവ്യൂ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരികയാണ്. അപ്പോൾ ഒത്തിരി താങ്ക് യു സോ മച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.